വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് NSS കേരള ഹയർ സെക്കൻഡറി വിങ് 25 വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. പരിപാടി PTA പ്രസിഡന്റ് PM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് NSS കേരള ഹയർ സെക്കൻഡറി വിങ് 25 വീട് വെച്ച് നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ ചലഞ്ചുകൾ ഏർപ്പെടുത്തി പണം സമാഹരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലും ധനസമാഹരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മേഖലയിലെ വിവിധ സ്കൂളുകൾ, സർക്കാർ ഓഫീസുകൾ കൂടാതെ പൊതുജനങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. ഇതിന്റെ ഭാഗമായി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ തന്നെ ബിരിയാണി തയ്യാറാക്കുകയും ഇത് പാക്ക് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടന യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ പോൾരാജ് B അധ്യക്ഷനായിരുന്നു. PTA പ്രസിഡന്റ് PM നൌഷാദ് ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് കേരളത്തിലെ മൊത്തം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സർക്കുലർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വണ്ടിപ്പെരിയാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും നമ്മൾ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി ഈ പരിപാടി ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. നമ്മൾ ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയ എല്ലാ നമ്മൾ പ്രധാനമായിട്ടും സ്കൂളുകളെ, ഓഫീസുകളെ, പോലീസ് സ്റ്റേഷൻ, അതുപോലെ ബാങ്കുകളെല്ലാം ആദ്യം നമ്മൾ ടാർഗറ്റ് ഇട്ടിരുന്നത്. എങ്കിലും വ്യാപാരികളുടെ ഒരുപാട് പിന്തുണ നമുക്ക് ലഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ S ജർമലിൻ, ഹൈസ്കൂൾ HM K മുരുകേശൻ, PTA വൈസ് പ്രസിഡന്റ് R രാമരാജ്, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് സ്കൂളിൽ തന്നെ തയ്യാറാക്കിയ ബിരിയാണി ആവശ്യക്കാരിലേക്ക് എത്തിച്ച് ധനസമാഹരണം നടത്തുകയും ചെയ്തു. ഏകദേശം 1200ഓളം ബിരിയാണി പാക്കറ്റുകളാണ് ചലഞ്ചിലൂടെ വിറ്റഴിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.